ഈ മാർച്ച് മാസത്തിൽ ഒരാഴ്ച കൂടി ദൈവം നമുക്ക് ദാനമായിട്ട് തന്നു. ദൈവത്ര വിശ്വസ്തനാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ പരീക്ഷ തിരക്കുകളുടെ ഇടയിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ ഈ ജീസസ് എവരിഡേ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് അത് ഒത്തിരി അതിനോടുള്ള നിങ്ങളുടെ ആത്മാർത്ഥത വലുതാണെന്ന് ഞാൻ അതിനെക്കുറിച്ച് പറയട്ടെ. നിങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ പ്രാവശ്യത്തെ പരീക്ഷാ സീസണിൽ ദൈവം അതിനുവേണ്ട എല്ലാ കൃപയും കുഞ്ഞുങ്ങൾക്ക് തരട്ടെ. പ്രത്യേകിച്ച് അസഹനീയമായ ഒരു ചൂട് ഫെബ്രുവരി അവസാനത്തോടെ നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. ആ ചൂടും അസ്വസ്ഥതകളൊക്കെ ഇതിൻ്റെ നടുവിലാണ് കുട്ടികളുടെ പരീക്ഷയെങ്കിലും കർത്താവ് നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി, ബുദ്ധിശക്തി എല്ലാം തരട്ടെ. ഞാൻ പരീക്ഷയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അത് ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഓരോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കൂടിയും നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കണം. ഒരു പുതിയ തുടക്കം ദൈവം നമുക്ക് നൽകട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ. നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. കൊടും പാപിയായിരുന്നെന്നെ വഞ്ചേറ്റിൽ നിന്നു കയറ്റി. കൊടും പാപിയായിരുന്നെന്നെ വഞ്ചേറ്റിൽ നിന്നു കയറ്റി. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാ. ക്രിസ്തുവാകും പാറമേൽ നിർത്തി പുത്തൻ പാട്ടുമെന്റെ നാവിൽ തന്നതാ. നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ. നന്ദിയാലെന്നുള്ളം തുള്ളുന്നേ വല്ലഭ നിൻ സ്നേഹമോർക്കുമ്പോൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വൻശോധന വേളയിൽ തീച്ചൂളയിൻ നടുവിൽ. വൻശോധന വേളയിൽ തീച്ചൂളയിൻ നടുവിൽ. മാറാത്തനെന്നു രക്ഷിച്ച മാമകാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ. ചാരത്താണെന്നു രക്ഷിച്ച മാമകാന്തനെ
മറച്ചിടാൻ സാധ്യമല്ലാത്ത എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ഇന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 22 മുതൽ ഒന്നുകൂടി വായിക്കാം. അതിന് പീലാത്തോസ്, ഞാൻ എഴുതിയത് എഴുതി എന്നുത്തരം പറഞ്ഞു. യേശു യഹൂദന്മാരുടെ രാജാവെന്ന് എഴുതി വെച്ചത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ നേരെ പീലാത്തോസിനോട്, അത് പറ്റത്തില്ല, അങ്ങനെ എഴുതിയാലൊന്നും ശരിയാകത്തില്ല, അവൻ അങ്ങനെ പറഞ്ഞു എന്ന് എഴുതണം. പീലാത്തോസ് പറഞ്ഞു, ഞാൻ എഴുതിയത് എഴുതി. അതായത് സത്യം പീലാത്തോസ് എഴുതി വെച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആദ്യത്തെ ട്രാക്റ്റ് എഴുതിയത് പീലാത്തോസാണ്. വഴിയെ പോകുന്നവരെല്ലാം അത് വായിക്കുകയാണ്. നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവെന്ന് 3 ഭാഷയിൽ എഴുതിച്ചു. എല്ലാവരും അറിയണം. അന്ന് ആ ഭാഷ അറിയാവുന്ന 3 തരത്തിലുള്ള ഭാഷ അറിയാവുന്നവർ ആ നാട്ടിലൂടെ വന്ന് കയറി ഇറങ്ങിപ്പോവുകയാണ്. പീലാത്തോസിന് നിർബന്ധം, ഇത് ഒരു ഭാഷയിൽ അറിഞ്ഞാൽ പോരാ, ഇതെല്ലാ ഭാഷയിലും അറിയണം, ലോകം മുഴുവനും അറിയണം. നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ്, അല്ലെങ്കിൽ നസറേനായ യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. നസറേനായ യേശു സർപ്പത്തിൻ്റെ തലയെ തകർക്കാൻ വന്ന സ്ത്രീയുടെ സന്തതി. ഇതിനിങ്ങനെ ആയിരക്കണക്കിന് ബൈബിൾ അർത്ഥമുണ്ട്. യേശു രാജാവെന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല. യേശുവിൻ്റെ രാജത്വം ഈ പീലാത്തോസ് അംഗീകരിച്ചു. എന്നാൽ ക്രൂശിലെ കള്ളനാണ്, കർത്താവേ നീ രാജത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണേ എന്ന് പറഞ്ഞു. യേശു രാജാവാണെന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾ ദൈവ പൈതലാകുന്നില്ല. യേശു എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്ന് പറയാതെ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് പറയാതെ ഒരാൾ രക്ഷിക്കപ്പെടുന്നില്ല. നമ്മുടെയൊക്കെ പല യോഗങ്ങളിലും രക്ഷാവാചകം പറയുന്നവരുണ്ട്. എന്നാൽ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് പറയുന്നവരാണ് വീണ്ടും ജനിക്കുന്നത്. ഹൃദയപൂർവം. ഇദ്ദേഹം ഹൃദയം കൊണ്ട് യേശുവിനെ രാജാവായി അംഗീകരിച്ചു, എന്നാൽ തൻ്റെ കർത്താവായി അംഗീകരിച്ചില്ല. യേശുവിനെ രാജാവായി അംഗീകരിക്കാമെന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. എന്നാൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അത് ലഭിച്ചവരാണ് നമ്മൾ. യേശുവിനെ നമ്മൾ ദൈവവും ദൈവത്തിൻ്റെ ഏകജാതനായും ദൈവത്തിൻ്റെ വാഗ്ദത്ത സന്തതിയായ മശിഹയായും ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച രാജാവായും അപ്പോൾ തന്നെ നമ്മുടെ കർത്താവായും രക്ഷകനായും നമ്മൾ സ്വീകരിച്ചു. ആ നിമിഷമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. എത്ര വലിയ ഒരു പദവിയാണ് ദൈവം നമുക്ക് തന്നത്. ഇത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മെ തേടി വന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. മണിക്കൂറുകൾ സാക്ഷാൽ യേശു ഈ മഹാപുരോഹിതന്മാരുടെ മുൻപിൽ നിന്നിട്ടും അവർക്ക് ആ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയില്ല. എന്നാൽ അതിന് നടുവിൽ പീലാത്തോസിന് രാജാവ് വരെ പറയാൻ കഴിഞ്ഞു. അതുകൊണ്ടും അവൻ വിശ്വാസത്തിലായില്ല, അവനൊരു ദൈവ പൈതലായില്ല. യേശുവിനെ അറിയേണ്ടത്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? മഹാപുരോഹിതന്മാരോട് പറഞ്ഞു, നീ ജീവനുള്ള വന്ധ്യനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവോ? ഞാൻ ആകുന്നു, ഞാൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുമെന്ന് പറഞ്ഞപ്പോൾ ആ കേട്ട വചനം അവർക്ക് വിശ്വാസമായി തീർന്നില്ല. പീലാത്തോസിനോട് യേശു പറഞ്ഞു, ഞാൻ രാജാവാണ്. എന്നിട്ടും ആ വാക്യം അദ്ദേഹത്തിന് വിശ്വാസമായി പരിണമിച്ചില്ല. എബ്രായ ലേഖനത്തിൽ പറയുന്നു, കേട്ട വചനം ഉപകാരമായി തീർന്നില്ല. ആ വാക്കുകൾ ഉപകാരമായി തീരണം. എന്നാൽ മാത്രമേ അതുകൊണ്ട് ദൈവകൃപ നമ്മുടെ മേൽ വ്യാപരിക്കൂ. അപ്പോൾ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച ഓരോ വ്യക്തികളും അറിയണം, ഇത് നമുക്ക് ദൈവം അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം തന്ന ദാനമാണ്. പീലാത്തോസ് യേശുവിന് വേണ്ടി നിന്നല്ല, യേശുവിന് വേണ്ടി മറ്റുള്ളവരോട് വാദിച്ചു, യേശുവിന് വേണ്ടി മറ്റുള്ളവരോട് തർക്കിച്ചു, യേശുവിനെ വിട്ടയക്കാൻ പരിശ്രമിച്ചു. ഇത്രയും ചെയ്തിട്ടും അവനൊരു ദൈവ പൈതലാകാനുള്ള അവസരം അവന് കിട്ടിയില്ല. എന്നാൽ നമ്മെ തേടി വന്നത് ദൈവത്തിൻ്റെ
കൃപയാണ്. അതിന് നമ്മൾ ഒത്തിരി നന്ദിയുള്ളവരായിരിക്കണം. 23-ാമത്തെ വാക്യം മുതൽ, പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രം എടുത്ത് ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. അങ്കിയും എടുത്തു. അങ്കിയോ തുന്നലില്ലാതെ മേൽതൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്ക് വരും എന്ന് ചീട്ടിടുക എന്ന് തമ്മിൽ പറഞ്ഞു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്ത് ഇതിനാൽ നിവർത്തി വന്നു. പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു. ദാവീദ് പറഞ്ഞ ആ പ്രവചനം, ദാവീദിൻ്റെ പാട്ടിൽ ദാവീദ് സങ്കീർത്തനത്തിൽ പറഞ്ഞ പ്രവചനത്തിൻ്റെ നിവർത്തിയാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അവരെൻ്റെ വസ്ത്രം പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു. യേശു തന്നെയാണ് മശിക എന്ന് ഉള്ളതിൻ്റെ അടയാളങ്ങളാണ് ഈ പറഞ്ഞത് മുഴുവനും. ഈ അടയാളങ്ങളെല്ലാം നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. വാസ്തവമായും ദൈവപുത്രനെ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞല്ലോ. ഇതെല്ലാം അറിഞ്ഞിട്ടല്ല നമ്മളിത് സ്വീകരിച്ചത്. ഞാൻ യേശുവിനെ സ്വീകരിച്ചത് എല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ല. ചർച്ചിൽ വന്നു, എൻ്റെ പാസ്റ്റർ എന്നോട് യേശുവിനെ കുറിച്ച്, യേശു നിങ്ങളുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് ജീവിക്കുന്ന ദൈവപുത്രനാണ്, നിങ്ങളുടെ കർത്താവ് രക്ഷകനുമായി വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിനെ അതുപോലെ അംഗീകരിച്ചു. എന്നാൽ ഈ വാക്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതെല്ലാം പിന്നെ 1-2 വർഷം കഴിഞ്ഞപ്പോഴാണ് യേശുവിൽ എല്ലാ പ്രവചനങ്ങളും നിവർത്തിയായതും സ്ത്രീയുടെ സന്തതിയായി വന്ന യേശു, ആ കർത്താവിനെ കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലായത്. കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന എനിക്ക് ബൈബിള് വായിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒന്നും മനസ്സിലായില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന ശേഷം വളരെയധികം കാര്യങ്ങൾ മനസ്സിലായി. എങ്കിലും ദൈവസഭകളിൽ പഠിപ്പിക്കാൻ പലരുമുണ്ട്. അവരുടെ ഉപദേശത്തിൽ നിന്ന് പലതും മനസ്സിലായി. അപ്പോൾ തന്നെ പാരമ്പര്യമായ പല കൂട്ടായ്മകളിൽ ചെന്നപ്പോൾ തെറ്റായ കുറേ വ്യാഖ്യാനങ്ങളിലേക്കും ഞാൻ മാറിപ്പോയതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നു. യേശു വന്നത് സ്വർഗത്തിൽ മാത്രം നമുക്കൊരു ജീവിതം ഉണ്ടാകാനാണ്. ഭൂമിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഭൂമിയിൽ കഷ്ടം മാത്രമേ ഉള്ളൂ, ഈ ഭൂമിയിൽ ഞെരുക്കം മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയിൽ എല്ലാ കാര്യത്തിലും പൂർണ്ണതയില്ല, എല്ലാം പൂർണ്ണത സ്വർഗത്തിലാണ്. അതെല്ലാം ഒരു പരിധിവരെ ശരിയാണ്. എന്നാൽ ഈ ഭൂമിയിൽ തന്നെ ഒരു വലിയ അനുഗ്രഹമുണ്ടെന്ന് അറിയാൻ വീണ്ടും വിശ്വാസത്തിൽ വന്നിട്ട് ഒരു 15 വർഷത്തിലധികം എടുത്തു. ഇന്നും ബൈബിളിലെ പല കാര്യങ്ങളും ആ അർത്ഥത്തിൽ തന്നെ എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. വായിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓരോ കാലത്തും ഉള്ളവർക്ക് ദൈവം ഓരോന്ന് വെളിപ്പെടുത്തി കൊടുക്കാറുണ്ട്. ഈ അന്ത്യകാലത്ത് ജീവിക്കുന്ന നമുക്ക് അന്ത്യകാലത്ത് ചില മറകളെ നീക്കി യോഹന്നാനെ കാണിച്ചതുപോലെ നമുക്കത് വെളിപ്പെടുത്തി തരാൻ നമ്മുടെ കർത്താവ്, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം കർത്താവ് അതിൽ നിന്ന് വെളിപ്പെടുത്തി തരും. അതുകൊണ്ട് വേദപുസ്തകം ധ്യാനിക്കുക, സത്യങ്ങൾ മനസ്സിലാക്കുക. അവൻ്റെ വസ്ത്രം പകുത്തെടുത്തു, അവൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു എന്ന പ്രവചനം നിവർത്തിയായി. അപ്പോൾ ഓരോ നിവർത്തീകരണമാണ് അവിടെ വന്നത്. ഇനി അടുത്ത വാക്യം, യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. 3 മറിയമാരെ നമുക്കവിടെ കാണാം. ക്രൂശിനരികെ യേശുവിൻ്റെ അമ്മ, അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യയുമായ മറിയ, അടുത്തത് മഗ്ദലക്കാരത്തി മറിയ, യേശുവിനെ ചുമന്ന് കൊണ്ട് നടന്ന മറിയ, ആ കുടുംബത്തിൽ പെട്ട വേറൊരു മറിയ. 7 ഭൂതങ്ങളുണ്ടായിട്ട് യേശു ആ ഭൂതങ്ങളെ പുറത്താക്കി യേശുവിനെ വളരെയധികം സ്നേഹിച്ച് പിൻപറ്റിയ മറിയ. മറിയ എന്ന വാക്കിൻ്റെ അർത്ഥം, അത് മിരിയാം എന്ന വാക്കിൽ നിന്നാണ് മറിയ, പുതിയ നിയമത്തിലെ മറിയ എന്ന വാക്ക് വന്നത്. ബിലോവഡ്, പ്രിയപ്പെട്ട,
വളരെ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്നൊക്കെ അർത്ഥം വരും. അപ്പോൾ ഈ പ്രിയപ്പെട്ടവരാണ് കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന ഈ 3 മറിയമാർ. അവിടെ യോഹന്നാൻ എടുത്തു പറയുകയാണ്, 3 പേർ. കർത്താവിനോട് വളരെ പ്രിയമുള്ളവർക്ക് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് മാറിപ്പോകാൻ കഴിയില്ല. കർത്താവിൻ്റെ നന്മകൾ അനുഭവിച്ചവരാണ്, കർത്താവിൻ്റെ കൂടെ സഹവസിച്ചിട്ട് അതിൻ്റെ അനുഗ്രഹങ്ങൾ പറ്റിയവരാണിവർ. ക്രൂശിൽ യേശുവിൻ്റെ ഏറ്റവും വലിയ ഉള്ളത്തിൻ്റെ തണുപ്പ് ഇവരാണ്. യേശുവിനെ സ്നേഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട 3 മറിയമാരവിടെ നിൽക്കുന്നു. മാത്രമല്ല യോഹന്നാനും യേശുവിൻ്റെ മാറോട് ചേർന്ന് യോഹന്നാൻ അവിടെയുണ്ട്. പ്രിയപ്പെട്ട യോഹന്നാൻ, പ്രിയപ്പെട്ട 3 മറിയമാർ. അപ്പോൾ കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ അവരവസാനത്തോളം കർത്താവിനോട് ചേർന്ന് നടന്നു എന്നുള്ളത് വളരെ വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യന് നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. ഇതുവരെ ഞാൻ നിൻ്റെ മകനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നാൽ സ്ത്രീയെ, ഞാൻ നിന്നിലൂടെ വന്നത് ഈ സർപ്പത്തിൻ്റെ തല തകർക്കാനാണ്. അതുകൊണ്ട് ആ വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്ത്രീയെ, അമ്മയെന്ന് വിളിച്ചില്ല. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അതായത് യേശുവിന് വേണ്ടി ഗബ്രിയേൽ മാലാഖ കടന്നു വന്ന് സംസാരിക്കുമ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പിന്നീട് അങ്ങോട്ട് ഒരു 34.5 വർഷം, 33.5 വർഷം യേശു ഭൂമിയിൽ, എന്നാൽ 1 വർഷം മുമ്പേ മറിയ തീരുമാനമെടുത്തു. അങ്ങനെ ഒരു 34.5 വർഷം കർത്താവിന് വേണ്ടി നിന്ന ഒരു സ്ത്രീയാണത്. യേശുവിനെ പ്രസവിക്കുക മാത്രമല്ല, യേശുവിനെ സംരക്ഷിക്കാൻ ഈജിപ്തിലേക്ക് ഓടിപ്പോയി. യേശു പാർത്ത വാടക വീട്ടിൽ യേശുവിൻ്റെ കൂടെ നിന്നു. യേശു എവിടെ പോയാൽ യേശുവിൻ്റെ ഒപ്പമുണ്ട്. അങ്ങനെ യേശുവിന് ഒപ്പത്തിനൊപ്പം ആ വീട്ടിൽ താങ്ങായി തണലായിട്ട് മറിയ നിന്നു. 34.5 വർഷം എടുത്ത തീരുമാനത്തിൽ നിന്നു. അതുകൊണ്ട് യോഹന്നാനോട് പറഞ്ഞു, ഇത് നിന്റെ അമ്മയാണ്. ഞാനൊരു സ്ത്രീയിൽ വന്നു സർപ്പത്തിൻ്റെ തല തകർക്കാൻ. ഇതാ ഞാൻ മടങ്ങിപ്പോവുകയാണ്. ഈ ക്രൂശ് മരണത്തിൽ സർപ്പത്തിൻ്റെ തല തകർക്കും. ഉൽപ്പത്തി പുസ്തകം 3:15 വാക്യം നിറവേറും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ആ തല തകരുന്നതിന് തൊട്ടു മുമ്പ് ക്രൂശ് മരണത്തിൽ നിവർത്തിയായി എന്ന് പറയുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. യേശുവിൻ്റെ ജീവൻ പോകുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. പിശാച് പരാജയപ്പെടുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി യേശു മരിക്കുമ്പോഴാണ്. യേശു ജീവിച്ചിരിക്കും വരെ പിശാചിന് കുഴപ്പമില്ല. യേശു മരിക്കണം, കോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. അതിനു മുമ്പ് യേശു 34.5 വർഷം വിശ്വസ്തയോടെ നിന്ന ഒരു സ്ത്രീയെ ഏറ്റവും നല്ല ഒരു ശിഷ്യൻ്റെ കയ്യിലോട്ട്, സ്നേഹം കൊണ്ട് നിറഞ്ഞൊരു ശിഷ്യൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് ആ ശിഷ്യൻ മാത്രം രക്തസാക്ഷിയാകുന്നില്ല. കാരണം അവൻ ആയുസ്സുള്ളവനായിരിക്കണം. ഈ അമ്മയുടെ കാലം മുഴുവൻ അവൻ വേണം. എല്ലാം കർത്താവിൻ്റെ പ്രോഗ്രാമുകളാണ്. ബാക്കി എല്ലാ ശിഷ്യന്മാരും അവരെല്ലാം രക്തസാക്ഷികളായി. യോഹന്നാനാണ് ഏറ്റവും അധികം പ്രായത്തിൽ മുന്നോട്ട് പോയത്. തൻ്റെ വാർദ്ധക്യത്തിലാണ് താൻ പത്മോസിലോട്ട് പോയത്. അപ്പോൾ ദൈവം ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതിനെ മാറ്റാൻ ആർക്കും കഴിയില്ല. ക്രൂശിലും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന ഒരു കർത്താവ്. ഇന്നിത് കേൾക്കുന്ന ഓരോ വ്യക്തികളോടും പറയാം, നിങ്ങളുടെ വീട്ടിലെ ഓരോ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യാൻ കർത്താവിന് കഴിയും.
ഈ മാസത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം വേണം, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെല്ലാം വേണം. കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് കർത്താവ് മറന്നു കളയുന്ന ഒരു കർത്താവൻ. തൻ്റെ നാമത്തിന് വേണ്ടി ചെയ്തത് മറന്നു കളയുന്ന ദൈവമല്ലെന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ കർത്താവ് വേദനയുടെ ഇടയിൽ കണ്ണടച്ച് കിടക്കുകയല്ല, അയ്യോ എനിക്ക് മേലേ എന്ന് പറയുകയല്ല, എന്നോട് എന്തിനിങ്ങനെ ചെയ്തു എന്ന് പരാതി പറയുകയല്ല. ഉത്തരവാദിത്തങ്ങൾ തീർക്കുന്ന ഒരു കർത്താവ്. ഇതുപോലെ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കർത്താവ് തീർത്തിരിക്കും. വിശ്വസിക്കുക, പ്രാർത്ഥിക്കാം. യേശുവേ, ഈ വചനങ്ങൾ കേട്ട ഈ കുടുംബങ്ങളിൽ ദൈവവചനത്തിൻ്റെ എല്ലാവിധ അഭിവൃദ്ധിയും അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ കുടുംബങ്ങളിൽ വലിയ ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യങ്ങളുണ്ട്. കർത്താവെ, അത്ഭുതങ്ങൾ ചെയ്യണമേ. കേസുകളിൽ നിന്ന് പലരും പുറത്തു വരട്ടെ, നിന്ദകളിൽ നിന്ന് പുറത്തു വരട്ടെ, മാറാവ്യാധികളിൽ നിന്ന് പുറത്തു വരട്ടെ, കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് യേശുവിൻ നാമത്തിൽ പുറത്തു വരട്ടെ, മാനസിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് പലരും പുറത്തു വരട്ടെ, ഉറക്കമില്ലായ്മയിൽ നിന്ന് പുറത്തു വരട്ടെ. യേശുവേ, അവിടെ നിന്ന് അത് ചെയ്തു കൊടുക്കുന്ന കർത്താവാണ്. എനിക്കാരുമില്ല എന്ന് പറയുന്നവർക്ക് അവർക്ക് താങ്ങും തണലുമായി ചിലരെ അങ്ങ് ഒരുക്കി കൊടുക്കുവാൻ അങ്ങ് മതിയായവനാണ്. അങ്ങയുടെ കൈകളിൽ ഓരോ വ്യക്തികളെയും ഫലമേൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഈ ആഴ്ച ഒരു ജയത്തിൻ്റെ ആഴ്ചയാകട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം.